പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും ഇന്ത്യ നടപടിയെടുക്കുന്നു. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായ പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിനെതിരെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അച്യുതൻ, എന്താണ് ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണമായി പറയുന്നത്? ഈ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെതിരെ ഇത് രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ ഈ ശക്തമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ഇന്ത്യ പറഞ്ഞുവിടുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത രീതിയിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അവരുടെ പദവി ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഹൈക്കമ്മീഷൻ ഉറപ്പുവരുത്തണം എന്നാണ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യ പല കാര്യങ്ങളും രാജ്യം നിരീക്ഷിച്ചു വരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ താല്പര്യത്തിനെതിരായി അല്ലെങ്കിൽ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ഇപ്പോൾ ഇന്ത്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. താങ്ക് യു.